നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സ്വന്തം കഴിവുകളും കഴിവുകേടുകളും സ്വയം തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നത് കൂടിയാണ് ആധ്യാത്മികം. പരിമിതികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവനവൻ തന്നെയാണ്. എങ്കിൽ മാത്രമേ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. സ്വന്തം ദുർബലതകളെ അതിജീവിക്കാനും ജീവിതത്തെ പൂർണ്ണമായും സ്നേഹിക്കാനും മനോനിയന്ത്രണവും മനഃശുദ്ധിയും അത്യാവശ്യമാണ്. ശരീരത്തെ സൂക്ഷിക്കുന്നത് പോലെ മനസ്സിനെയും ബുദ്ധിയെയും ശുദ്ധമാക്കണം. മനസ്സിൽ നല്ല ചിന്തകൾ വളരുമ്പോൾ പരിമിതികളെ അതിജീവിക്കാൻ മനസ്സ് പ്രാപ്തമാകും. അർജുനൻ ഇരുട്ടത്ത് അസ്ത്രവിദ്യ അഭ്യസിച്ചതിനെക്കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഇരുട്ട് പരിമിതിയാണ്. ഈ പരിമിതിയെ എങ്ങനെ അതിജീവിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് അർജുനൻ ഇരുട്ടത്ത് അസ്ത്രവിദ്യ അഭ്യസിക്കാൻ തുടങ്ങിയത്. അതിന് അർജുനന് പ്രചോദനമായതാകട്ടെ സ്വന്തം ജ്യേഷ്ഠനായ ഭീമസേനൻ തന്നെയായിരുന്നു. രാത്രി ഇരുട്ടത്തിരുന്ന് ഭീമസേനൻ ആഹാരം കഴിക്കുന്നത് ഒരിക്കൽ അർജുനൻ കാണാനിടയായി. ഇരുട്ടിൽ പോലും ആഹാരം കൃത്യമായി നമ്മൾ വായിൽ തന്നെ വയ്ക്കുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇരുട്ടത്ത് അമ്പെയ്ത് ലക്ഷ്യം ഭേദിച്ചുകൂടാ എന്നായി അർജുനൻ്റെ ചിന്ത. അർജുനൻ മറ്റാരോടുമല്ല മത്സരിച്ചതും ജയിച്ചതും തന്നോട് തന്നെയായിരുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ദേഹം പ്രാണമപീന്ദ്രിയാണ്യപി ചലാം ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീബാലാന്ധജഡോപമാസ്ത്വഹമിതി ഭ്രാന്താഭൃശം വാദിനഃ മായാശക്തിവിലാസകൽപ്പിതമഹാവ്യാമോഹ സംഹാരിണേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ദേഹം പ്രാണമപീന്ദ്രിയാണ്യപി ചലാം ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീബാലാന്ധജഡോപമാസ്ത്വഹമിതി ഭ്രാന്താഭൃശം വാദിനഃ മായാശക്തിവിലാസകൽപ്പിതമഹാവ്യാമോഹ സംഹാരിണേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ചൈതന്യം പ്രകാശിക്കുന്നത് ദേഹമുള്ളതുകൊണ്ടാണെന്ന് വാദിക്കുന്ന ദേഹാത്മവാദികൾ, ചൈതന്യം പ്രകാശിക്കുന്നത് പ്രാണനിലാണെന്ന് വാദിക്കുന്ന പ്രാണാത്മവാദികൾ, ഞാനാകുന്ന ചൈതന്യമാണ് ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്നത് എന്ന് വാദിക്കുന്നവർ, മറ്റു ചിലരാകട്ടെ ശൂന്യവാദികളും.
ഇങ്ങനെ ആത്മാവിനെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ കാണുന്നവരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ഈ ഭാഗമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, എന്താണ് ഈ പ്രപഞ്ചം? ഈ പ്രപഞ്ചത്തിൻ്റെ നിയാമക ശക്തി എന്താണ്? അഥവാ നിയാമകൻ ആരാണ്? ഇപ്രകാരമൊക്കെ ചിന്തിക്കുന്ന ഞാൻ ആരാണ്? ജഗത്ത്, ഈശ്വരൻ, ജീവൻ. ഈ 3 വിഷയങ്ങളെ സംബന്ധിച്ച് എക്കാലവും നമ്മുടെ മനസ്സിൽ ജിജ്ഞാസയുണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനാണ് സത്യാന്വേഷണങ്ങൾ, ശാസ്ത്രങ്ങൾ, ദർശനങ്ങളെല്ലാം ആവിർഭവിക്കുന്നത്. എന്താണ് സത്യമെന്ന കണ്ടെത്തലിനായിക്കൊണ്ടുള്ള അന്വേഷണം. ശാസ്ത്രമെന്ന് പറയുമ്പോൾ ടെക്നോളജി അല്ല, ശുദ്ധശാസ്ത്രമാണ് ഉദ്ദേശിച്ചത്. ഇവിടെ പല ദർശന ഭേദങ്ങൾ വന്നു. പലര് പല തലങ്ങളിലിരുന്നു കൊണ്ട് ഞാൻ എന്നതിനെ അപഗ്രഥിച്ചു, അഥവാ സത്യത്തെ അപഗ്രഥിച്ചു. അവിടെ സ്ഥൂലമായ ശരീരം തന്നെയാണ് ഞാൻ. ഇതിൽ നിന്ന് ഭിന്നമായിട്ടൊരു ഞാനില്ല. ഇത് തന്നെയാണ് ഞാൻ. വ്യത്യസ്ത ഭൂതങ്ങളുടെ സംഘാതമായ തീർത്തും ഭൗതികമായ ശരീരം തന്നെ ഞാൻ. അങ്ങനെയുള്ള ചിന്താ പദ്ധതികൾ വന്നു. ദേഹാത്മവാദികൾ. അവരെ സംബന്ധിച്ച് ആത്മാവ് ദേഹം തന്നെയാണ്. കുറച്ചുകൂടി സൂക്ഷ്മതലത്തിലേക്ക് പോയി ഈ ദേഹത്തെ പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ്. പ്രാണനുണ്ടെങ്കിൽ മാത്രമേ ദേഹം പ്രവർത്തിക്കൂ. പ്രാണൻ സ്പന്ദിപ്പിക്കുമ്പോൾ ശരീരം നിലനിൽക്കുന്നു. പ്രാണൻ പോയാൽ ആൾ മരിക്കുന്നു. അതുകൊണ്ട് പ്രാണനാണ് പരമമായത്. ആ ഒരു ദർശനത്തെ മുന്നോട്ട് വെച്ച പ്രാണാത്മവാദികൾ, പ്രാണൻ തന്നെയാണ് ആത്മാവെന്ന് സിദ്ധാന്തിക്കുന്നവർ, അവരാണ് പ്രാണാത്മവാദികൾ. എന്നാൽ കേവലം പ്രാണസ്പന്ദനത്തെ കൊണ്ടോ ശരീരം നിലനിൽക്കുന്നത് കൊണ്ടോ മാത്രമല്ല ഞാൻ അറിയുന്നവനാണ്. അറിയുക എന്ന വിശേഷധർമ്മം എനിക്കുണ്ട്. അറിയുന്നതാകട്ടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇവയുടെ സംഘാതമാണ്. അതുകൊണ്ട് ഞാൻ ശരീരമല്ല, പ്രാണങ്ങളല്ല, പിന്നെയോ ഞാൻ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയാത്മവാദികൾ. ഇന്ദ്രിയമാണ് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നൊക്കെ പല വിഭാഗങ്ങളിൽ പിരിയുന്നത്. ഒരേ ഇന്ദ്രിയം പല ഗോളകങ്ങളിലൂടെ പലതായി പ്രവർത്തിക്കുന്നു. ഇന്ദ്രിയമാണ് ഞാൻ. അങ്ങനെ പറയുന്ന ഇന്ദ്രിയാത്മവാദികൾ. ഒരിക്കലും അല്ല. ഇന്ദ്രിയങ്ങൾ സ്വതവേ പ്രവർത്തിക്കുന്നവയല്ല. ഇന്ദ്രിയങ്ങളിലോട്ട് ജ്ഞാനവുമില്ല. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും ഇന്ദ്രിയങ്ങൾക്ക് ജ്ഞാനം പകരുന്നതുമൊക്കെ അന്ധഃകരണമാണ്, ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയാണ് ഞാൻ. വിജ്ഞാനാത്മവാദികൾ, ഇപ്പോൾ ശരീരാത്മവാദികൾ, പ്രാണാത്മവാദികൾ,
ഇന്ദ്രിയാത്മവാദികൾ, വിജ്ഞാനാത്മവാദികൾ. വിജ്ഞാനം തന്നെയാണ് ആത്മാവ്, ബുദ്ധി തന്നെയാണ് ആത്മാവ് എന്ന് വദിക്കുന്നവർ. ഇങ്ങനെ ക്രമികമായി തന്നെ അന്വേഷിച്ചുള്ള പോക്ക് അല്പം വഴിതെറ്റി. ഈ പറഞ്ഞതെല്ലാം അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായിട്ട് നമുക്കെടുക്കാം. കാരണം സ്ഥൂലതലത്തെ അതിക്രമിച്ചിട്ടാണല്ലോ നമ്മൾ സൂക്ഷ്മതലത്തിലേക്കും കാരണതലത്തിലേക്കും എത്തുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ദേഹാത്മവാദത്തെയും പ്രാണാത്മവാദത്തെയും ഇന്ദ്രിയാത്മവാദത്തെയും വിജ്ഞാനാത്മവാദത്തെയും നമുക്ക് തെറ്റെന്ന് പറഞ്ഞ് തള്ളേണ്ട ആവശ്യമില്ല. മറിച്ച് അവ അന്വേഷകൻ്റെ സൂക്ഷ്മബുദ്ധി ഉയരുന്നതിനനുസരിച്ചിട്ടുള്ള വിവിധ ഘട്ടങ്ങളാണെന്ന് പറയാം. എന്നാൽ പിന്നീട് തീർത്തും യുക്തിരഹിതമായ പ്രമാണരഹിതമായ തലത്തിലേക്ക് അന്വേഷണം എത്തുകയാണ്. ശൂന്യം വിദുഹു, ഞാൻ ശൂന്യമാണ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്നൊന്നുമില്ല, അടിസ്ഥാനമായിട്ട് ഞാൻ എന്നൊന്നില്ല, ആത്മാ ഇല്ല, ശൂന്യമാണ് സത്യം. ശൂന്യവാദികൾ, ഇത് ബൗദ്ധരുടെ ശൂന്യവാദ പക്ഷമാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദർശനങ്ങൾ എന്താണ് ആത്മാവ് എന്നതിനെ സംബന്ധിച്ച് പ്രസിദ്ധമായൊരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, കണ്ണ് കാണാത്തവർ ആനയെ കാണാൻ പോയിട്ട് ആനയുടെ വ്യത്യസ്ത അംഗങ്ങളെ തൊട്ട് ഇതുപോലെയാണ് ആന എന്ന് പറഞ്ഞ പോലെ പല ദർശന കോടികളുണ്ടായി. അന്വേഷണത്തിൻ്റെ ഗതിയിൽ പലത് സംഭവിക്കുക, അതിന് വിരോധമില്ല. പക്ഷേ ഇത് തന്നെയാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഓരോ വാദികളും അവനവൻ്റെ പക്ഷങ്ങളെ സമർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് ദേഹാത്മവാദം, പ്രാണാത്മവാദം, ഇന്ദ്രിയാത്മവാദം, വിജ്ഞാനാത്മവാദം, അതിനപ്പുറത്ത് ശൂന്യവാദം. ശൂന്യാത്മവാദം എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം ശൂന്യവാദികൾ ആത്മാവിനെ അംഗീകരിക്കുന്നേ ഇല്ല. അടിസ്ഥാനമായൊരു സത്യമില്ല എന്നാണ് അവരുടെ പക്ഷം. ഇങ്ങനെ പല വാദികൾ, അതാണ് ദേഹം പ്രാണമപീന്ദ്രിയണ്യപിചലം ബുദ്ധിം ച ശൂന്യം വിദുഹു, ഇങ്ങനെ വ്യത്യസ്തങ്ങളായതിനെ അറിഞ്ഞു. വിദുഹു, അറിയുന്നു. അവിടെ ബുദ്ധിം എന്നുള്ളതിന് ആചാര്യനൊരു വിശേഷണം കൊടുത്തു, ചലാം ബുദ്ധിം എന്ന്. ചലിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ബുദ്ധിയെ എങ്ങനെ ഞാനെന്നറിയും? എങ്കിലും അങ്ങനെയും അറിഞ്ഞു. ഇങ്ങനെ വ്യത്യസ്ത വാദികൾ ആത്മാവിനെ സംബന്ധിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരായി തീർന്നു. എന്തുകൊണ്ടാണ് ഒന്നിനെ സംബന്ധിച്ച് പല കാഴ്ചപ്പാടുകൾ? നമുക്കതിനെക്കുറിച്ച് ശ്രദ്ധിക്കാം. തുടർന്ന് അടുത്ത പ്രാവശ്യം. ഇനി സനാതനധർമ്മം. ജനങ്ങളുടെ സംശയം തന്നെ കാവ്യമായി മാറിയ സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. രാമായണം രചിക്കപ്പെടാനുള്ള സാഹചര്യം വാൽമീകിയെ ബ്രഹ്മാവ് ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭമാണ് ഇപ്പോൾ പ്രൊഫസർ ഫ്രാൻസിസ് വിവരിക്കുന്നത്. വീണ്ടും നമുക്ക് രാമായണവും മഹാഭാരതവുമായി ചില സാദൃശ്യങ്ങൾ കാണാം. മഹാഭാരതത്തിൽ അർജുനനുണ്ടായ സംശയം തീർക്കാൻ വേണ്ടി 700 ശ്ലോകങ്ങൾ, 18 അധ്യായങ്ങൾ, അങ്ങനെ ഒരു ഗീത, ഭഗവത്ഗീത ഉണ്ടായി. അർജുനനുണ്ടായ സംശയം നീക്കാനാണത്. രാമായണ കാവ്യം തന്നെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം തീർക്കാനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചു, വാൽമീകിക്കുണ്ടായ സംശയം, ഞാനിങ്ങനെ ശപിക്കാവോ, അതുകൊണ്ട് ഇത് ശാപമല്ല, ഇത് ശ്ലോകമാകട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞെങ്കിലും വാൽമീകി തിരിച്ച് ആശ്രമത്തിൽ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സംശയം വലിയൊരു സംഘർഷം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നസ്യതാം കലശസ്താത എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ് ഈ വാക്യം ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളത്. കലശം അവിടെ വയ്ക്കൂ, എൻ്റെ കമണ്ടലു അവിടെ വയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് നീങ്ങിയ വാൽമീകിയുടെ കയ്യിൽ കമണ്ടലു ഉണ്ടായിരുന്നില്ല. ശപിച്ചാൽ മഹർഷിമാർ ഉടൻ തന്നെ കമണ്ടലുവിൽ നിന്ന് വെള്ളമെടുത്ത് തെളിക്കും. ആ തെളിക്കൽ ഇവിടെ നടന്നിട്ടില്ല.
അതുകൊണ്ടാണ് ആ കലശത്തിൻ്റെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. തിരിച്ചു പോകുന്ന സമയത്തും ഭരദ്വാജൻ പൂർണ്ണ കലശവുമായി വാൽമീകിയുടെ പിന്നാലെ പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വെള്ളമെടുത്തിട്ടില്ല എന്ന് വീണ്ടും അവിടെ സ്ഥാപിക്കുകയാണ്. എങ്കിലും മഹർഷി ഇങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ബ്രഹ്മാവ് വരികയാണ്. ബ്രഹ്മാവ് പറഞ്ഞു, കാര്യ നാസ്ത്ര വിചാരണ, ഇവിടെ ന അത്ര വിചാരണ കാര്യ, ഇതിൽ അങ്ങ് യാതൊരു ചിന്തയും അങ്ങേക്ക് വേണ്ട. കാരണം എന്താണ്? മച്ഛന്ദാദേവ പ്രവൃത്തേയം വാണി, എൻ്റെ ഛന്ദസ് കൊണ്ടാണ്, അതായത് എൻ്റെ ഇംഗിതമനുസരിച്ചാണ് അങ്ങ് ഇപ്രകാരം പറയണം എന്ന് ഞാൻ തന്നെയാണ് അങ്ങയെ തോന്നിപ്പിച്ചത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അങ്ങ് ചിന്തിക്കേണ്ട, ഇത് ശ്ലോകം തന്നെയാണ്, മറ്റൊന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ വാക്ക് അവിടെ സാക്ഷ്യമത്താക്കപ്പെടുകയാണ്. ആരൊക്കെ അവിടെ സാക്ഷികളാണ്? ആദ്യം ഇതിനെ സ്വീകരിച്ച ഭരദ്വാജനും രണ്ടാമത് അവിടെ വന്ന് അതിനെ ഉറപ്പിച്ച ഈ ബ്രഹ്മാവും. അങ്ങനെ ബ്രഹ്മാവ് പറയുകയാണ്, അതുകൊണ്ട് ഇതിപ്പോൾ ശ്ലോകമായെങ്കിൽ ഇത് ജനത്തിന് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ഒരു കാവ്യം ഉണ്ടാകണം. എന്താണത് ജനത്തിന് ഇനി മനസ്സിലാവാനുള്ളത്? രാമായണം എന്നൊരു കാവ്യം ഇപ്പോൾ ഇല്ല. ഒരു കാവ്യം ഉണ്ടായെങ്കിൽ മാത്രമേ ക്രൗഞ്ചമിഥുനത്തിൽ നിന്ന് കാമമോഹിതനായ ഒന്നിനെ അങ്ങ് നിഗ്രഹിച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് സുവിദിതമായി തീരുകയുള്ളൂ. അതുകൊണ്ട് രാമൻ്റെ ചരിതം അങ്ങ് നാരദനിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് വെച്ച് അങ്ങൊരു കാവ്യം തന്നെ രചിക്കൂ എന്ന് ബ്രഹ്മാവ് വാൽമീകിയെ നിയോഗിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. കാരണം ഇതിപ്പോൾ ഈ കഥ വാൽമീകിയുടെ മനസ്സിലാണുള്ളത്. വാൽമീകിക്ക് അറിയാം കാമമോഹിതനായിട്ടുള്ള ഒരു പക്ഷിയെ, ഒരു രാക്ഷസ വിശേഷത്തെ നിഗ്രഹിച്ചിട്ടുണ്ട് ശ്രീരാമൻ എന്നത്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇനിയൊരു കാവ്യം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾക്കുണ്ടാകും ഒരു സംശയം, ജനങ്ങൾക്കുണ്ടാകാവുന്നത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഒരു കാവ്യം തന്നെ രചിച്ച പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെ. അപ്പോൾ അതിലൂടെ എന്തുണ്ടാകുന്നു? അതിലൂടെയാണ് വേദത്തിൻ്റെ പല ആശയങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഈ ആശയം ജനങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനായ ഈ രാമൻ എപ്രകാരമാണ് രാവണനെ നിഗ്രഹിച്ചത്, രാവണൻ ഏതെല്ലാം വിധത്തിലാണ് ജനങ്ങളെ ദ്രോഹിച്ചത്. രാവയതി ശബ്ദിപ്പിക്കുന്നു എന്നർത്ഥം. ശബ്ദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കരയിക്കുക. ലോകത്തെ മുഴുവൻ കരയിച്ച രാജസ ശക്തിയാണ് രാവണൻ. സാധാരണയായിട്ട് 3 ഗുണങ്ങളാണ് മനുഷ്യനുള്ളത്: സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും. രാവണനും രാവണൻ്റെ സഹോദരങ്ങളും ആയിട്ട് ഈ 3 ഗുണങ്ങളുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. രാവണൻ രജോ ഗുണമാണ്. രജോ ഗുണം ആകുമ്പോഴെന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ്? രജോ ഗുണം ഉപഷ്ടംഭകം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 ഗുണങ്ങളെക്കുറിച്ച് സാംഖ്യകാരിക വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. സത്വം ലഘു പ്രകാശകം ഇഷ്ടം, ഉപഷ്ടംഭകം ചലം ചരജ, ഗുരുവരണകമേവ തമഹ, പ്രദീപവച്ച അർത്ഥതോ വൃത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ രജോ ഗുണം, അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഒരു കാള മറ്റൊരു കാളയെ കണ്ടതുപോലെ എന്നാണ്. ഒരു കാള വേറൊരു കാളയെ കണ്ടാൽ എന്താണ്? അതവിടെ സഹിക്കില്ല. മറ്റൊന്നിൻ്റെ പരാക്രമം, പ്രഭാവം അത് സഹിക്കില്ല. അത് തന്നെയാണ് രാവണനും കാണിക്കുന്നത്. 3 ലോകങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് തനിക്ക് എന്തെല്ലാം പ്രിയങ്കരമായി തോന്നുന്നുവോ അതെല്ലാം അതിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ അധികാരി ആരായിരുന്നാലും അത് തനിക്ക് വേണം എന്നുള്ളതായ ഒരു നിശ്ചയമാണ് രാവണൻ്റേത്. അതിനുവേണ്ടി ആരെയും ഏത് വിധത്തിലും കരയിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ആ രാജസമായിട്ടുള്ള ആ ശക്തി, അപ്പോൾ ഉച്ഛൃംഖലമായിട്ടുള്ള ശൃംഖലയില്ലാത്തതായ ആ രാജസത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ലോകത്തിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം വരും. അതിഭയാനകമായിട്ടുള്ള ശക്തി, സംഹാരശക്തി ആണ് ഉള്ളത്. രാവണൻ്റെ സഹോദരങ്ങളാണെന്നുണ്ടെങ്കിലോ ഒരാൾ തമോ ഗുണം, അതാണ് എന്താണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഭുവിനെ പറ്റി നമുക്കറിയാമല്ലോ അല്ലേ? ഏതൊക്കെ ഗുണങ്ങളാണ്? നിർദ്ദേവത്വ ഇച്ഛയ നിദ്രാവത്വം പ്രാപിച്ചവനായ കുംഭകർണൻ,
വിഭീഷണൻ സാത്വികമായിട്ടുള്ള ഗുണത്തോട് കൂടിയവൻ. ഇങ്ങനെയുള്ള ശക്തികളുള്ളതിൽ രജോ ഗുണപ്രധാനനായ ആ ക്രൗഞ്ചത്തെയാണ് രാമൻ നിഗ്രഹിച്ചത്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ രാവണ നിഗ്രഹത്തിൻ്റെ കഥ പൂർണ്ണമായും ജനങ്ങൾക്ക് മനസ്സിലാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സംശയം സംഭാവ്യമാനമായിട്ടുള്ള ഉണ്ടാകാൻ പോകുന്നതായ ആ സംശയത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഒരു കാവ്യം തന്നെ രചിക്കുവാൻ ബ്രഹ്മാവ് വാൽമീകിയെ നിയോഗിക്കുന്നതായിട്ടാണ് അതിനുശേഷം നമ്മൾ രാമായണത്തിൽ കാണുന്നത്. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. काञ्चीनूपुररत्नकङ्कणलसत्केयूरहारोज्ज्वलां काश्मीरारुणकञ्चुकाञ्चितकुशां कस्तूरिका चर्चितां कल्हाराञ्चितहस्तयुग्मलसितां कारुण्यकल्लोलिनीं कामाक्षीं कलयामि कल्पलतिकां काञ्चीपुरी देवताम्. कामाराधिमनप्रियां कमलभूसेव्यां रमाराधितां कन्दर्पाधिकदर्पदानविलसत्सौन्दर्यदीपाङ्गुरां कीरालापविनोदिनीं भगवतीं काम्यप्रदान